ക്വസ്റ്റ്യൻ നമ്പർ 154 ശ്രീ ഷിബു തെക്കുംപുറം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എയും ബിയും സംസ്ഥാനത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി, ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിമാന അറ്റകുറ്റപ്പണി പരിപാലന മേഖലയെ ശക്തിപ്പെടുത്തും. സിമുലേറ്റർ അധിഷ്ഠിത പൈലറ്റ് പരിശീലന കേന്ദ്രങ്ങൾ, DGCA മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിമാന പരിപാലന, എഞ്ചിനീയറിംഗ്, പരിശീലന, നൈപുണ്യ വികസന സംവിധാനങ്ങൾ എന്നിവയും വിമാനത്താവള കേന്ദ്രീകൃത സാമ്പത്തിക മേഖലകളുടെ രൂപീകരണത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും പ്രാധാന്യം നൽകി വിവര സാങ്കേതിക സേവന മേഖലകൾ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന അനുബന്ധ വ്യാപാര സേവന മേഖലകൾ എന്നിവ ഉൾക്കൊള്ളുന്ന എയ്റോ പാർക്ക്, എയ്റോ സിറ്റി പദ്ധതികളും നടപ്പിലാക്കും. ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യോമയാന നയം പ്രഖ്യാപിക്കും. കാർഷിക, മത്സ്യ, ഫാർമ മേഖലകളിലെ കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിനായി സംയോജിത പാക്ക് ഹൗസ് സൗകര്യവും ഫാർമ കാർഗോ സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ലോജിസ്റ്റിക്സ് പാർക്കുകൾ, ഫ്രീ ട്രേഡ് വെയർഹൗസ് സോണുകൾ എന്നിവ ഉൾപ്പെടുന്ന അനുബന്ധ വികസന പദ്ധതികളും ആവിഷ്കരിക്കും. കൊച്ചിൻ എയർപോർട്ടിനോട് അനുബന്ധമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കുന്നതാണ്. സർ, ബാക്കി ടേബിൾ ചെയ്താൽ മതിയല്ലോ. ചോദിക്കാൻ ശ്രീ ഷിബു തെക്കുംപുറം. സർ, ഏവിയേഷൻ ഹബ്ബ് പദ്ധതിയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും പോളിടെക്നിക്കുകളിലും അനുബന്ധ കോഴ്സുകൾ തുടങ്ങാൻ നടപടി സ്വീകരിക്കുമോ? മുഖ്യമന്ത്രി. സർ, നേരത്തെ ഇവിടെ പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഏവിയേഷൻ പോളിസി. ഇതെല്ലാം തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന്, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിന്, എക്കണോമിക് ആക്ടിവിറ്റി പ്രചോദിപ്പിക്കുന്നതിന്, ഉത്തേജിപ്പിക്കുന്നതിന്. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ ശ്രീ നജീവ് കാന്തപുരം ചോദിച്ചതുപോലെ അക്കാഡമിക്കായിട്ടുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് കോഴ്സുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ധാരാളം കോഴ്സുകളുണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്. ആ പ്രോഗ്രാമുകൾ തുടങ്ങാൻ പറ്റും. നമുക്ക് തന്നെ പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കാൻ പറ്റും. പൈലറ്റ്സിന് ലോകത്തെ എല്ലായിടത്തും ഭയങ്കരമായ ക്ഷാമമാണ്. ഹെലികോപ്റ്റർ പൈലറ്റുകളെ കിട്ടാനില്ല. അപ്പോൾ ഹെലികോപ്റ്റർ പൈലറ്റുകളെ പരിശീലിപ്പിക്കാനുള്ള കേന്ദ്രം ഉണ്ടാവും. സിമുലേറ്റർ അധിഷ്ഠിതമായ ഈ പരിശീലന ക്രമങ്ങളാണ് തുടങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട ധാരാളം അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടിയുള്ള സാധ്യത ഈ ഏവിയേഷൻ പോളിസിയിൽ ഉണ്ടാവും, ഉറപ്പായുണ്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഏവിയേഷൻ ഹബ്ബ് പദ്ധതിയിലൂടെ അതിൻ്റെ ഭാഗമായി കാർഷിക, മത്സ്യ, ഫാർമ മേഖലകൾക്കായുള്ള പാക്ക് ഹൗസുകൾ വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങൾ കൂടാതെ തൊട്ടടുത്തുള്ള കോതമംഗലം പോലുള്ള അനുബന്ധ നഗരങ്ങളിൽ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? ചീഫ് മിനിസ്റ്റർ. സർ, ഇത് ഈ ഏവിയേഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഈ ചെറിയ സ്ഥലത്ത്, ഈ കേരളം പോലുള്ളൊരു ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ്. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അത് പ്രയോജനപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രദേശമല്ല, ഒരു വലിയ ഏരിയ വികസിക്കും. കാർഷിക മേഖലയ്ക്ക് അതിൻ്റെ ഗുണഫലം ഉണ്ടാകും. കാരണം കാർഷിക മേഖലയിൽ നിന്ന് നമ്മൾ വാല്യൂ ആഡഡ്, നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കയറ്റുമതി നടത്താൻ നമുക്ക് പറ്റും. ഒരുപാട് കേന്ദ്രങ്ങൾ ഇതുപോലെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള ഉൽപ്പാദന സംഭവങ്ങളുണ്ടാവും. കാർഷിക മേഖലയിൽ അതിൻ്റെ വികസനം ഉണ്ടാകും. മത്സ്യ മേഖലയിൽ അതിൻ്റെ മാറ്റം ഒരുപാടുണ്ടാകും. ഒരുപാട് മേഖലകളെ നമുക്കിതുമായി കണക്ട് ചെയ്ത് വികസിപ്പിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഇവിടെ വ്യവസായ മന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ദുബായ് എയർപോർട്ടിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ദുബായ് എയർപോർട്ട്, ദുബായ് ആ സ്റ്റേറ്റിൻ്റെ 28% അവരുടെ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ബാംഗ്ലൂർ അന്താരാഷ്ട്ര എയർപോർട്ട്, അത് വളരെ പ്രധാനപ്പെട്ടൊരു എയർപോർട്ടാണ്. അവിടെ എയർപോർട്ടിലുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് മാത്രമല്ല, അവരതിനെ ഡെവലപ്പ് ചെയ്ത് കർണാടക GDP-യിലേക്ക് ഒരു 4 to 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള സാധ്യതകൾ അവിടെ കണ്ടെത്തി. നമുക്ക് അതിനേക്കാൾ കൂടുതൽ സാധ്യതകളുള്ളതാണ് നമ്മുടെ എല്ലാ പോർട്ടുകളും. ഇവിടെ സീ പോർട്ടുണ്ട്, തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ സീ പോർട്ടുണ്ട്, അതുപോലെ കോഴിക്കോടും മലബാറിലെ കണ്ണൂരിലെ എയർപോർട്ട്, ഇതെല്ലാം ആ തരത്തിൽ വികസിപ്പിച്ചാൽ
നമ്മുടെ കോതമംഗലം ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലെ മലയോര മേഖലയെ, കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. ശ്രീ അപ്പു ജോൺ ജോസഫ്. സാർ, അങ്ങ് ഇവിടെ സൂചിപ്പിച്ച ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഫ്ലൈയിങ് ക്ലബ്ബുകളും സിമുലേഷൻ ട്രെയിനിങ്ങുമുള്ള ആ ഒരു ഐഡിയ സ്വാഗതം ചെയ്യുന്നു. വളരെയേറെ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. CAE, സീമ എയ്റോ എന്നീ 2 കമ്പനികളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ. അവർ ഇന്ത്യയിൽ ഏതാണ്ട് $100 മില്യൺ ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള വാർത്ത കണ്ടിരുന്നു. ഇവരുമായി നമ്മൾ ബന്ധപ്പെടുന്നതായിരിക്കുമോ? എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കുമോ? സർ, ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അത് പരിശോധിച്ച് അവരുടെ ക്രെഡിബിലിറ്റി, അവരുടെ വിശ്വാസ്യത, അവരുടെ പശ്ചാത്തലം, പിന്നെ അതിൻ്റെ ഉള്ള നടപടിക്രമങ്ങൾ, അതിൻ്റെ ഇക്കണോമിക് മോഡലുകൾ, ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിലും സർക്കാരിൻ്റെ ഒരു കൈയുണ്ടാവും. അതെല്ലാം കൂടി പരിശോധിച്ച് ഉള്ള ഏറ്റവും പ്രമുഖമായ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നവരെ അതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കി തീർച്ചയായിട്ടും ഈ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട കമ്പനികൾ വന്നിട്ടുണ്ട്. ചാങ്ങി എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയം വന്നിട്ടുണ്ട്. ചാങ്ങി എയർപോർട്ടിലുള്ളൊരു സംഭവമാണ് ഗ്ലോബൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ. നമ്മൾ ബജറ്റിൽ അതിന് സമാനമായ ഒരു ഗ്ലോബൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ കൊച്ചി എയർപോർട്ടിനോടനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ചാങ്ങി എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻസ്, ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് നടന്നാൽ വിസ വേണ്ട. കാരണം അത് എയർപോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർപോർട്ടിൽ വന്നിറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കൺവെൻഷൻ സെൻറ്ററിലെ കോൺഫറൻസിൽ പങ്കെടുത്തിട്ട് അവർക്ക് തിരിച്ചു പോവാം. പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ വിസ വേണം. അങ്ങനെയുള്ള പല ഫെസിലിറ്റീസും ലോകരാജ്യങ്ങളിൽ, ലോകത്തിലെ വിമാനത്താവളങ്ങളും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പലവിധ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത മത്സരത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ സാധ്യതകളെയും നമ്മുടെ അഡ്വാൻറ്റേജസിനെയും പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന് ഗുണകരമായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ പ്രോത്സാഹിപ്പിക്കും. ശ്രീ വിനു ജോർജ് കുഴിമണ്ണിൽ. സർ, കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് വിദേശ മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ. പക്ഷേ ഒരു ഉത്സവ സീസണിലോ മറ്റ് സമയങ്ങളിലോ വിദേശ മലയാളികളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പല എയർ ഫ്ലൈറ്റ് കമ്പനികളും ടിക്കറ്റ് ചാർജ് അന്യായമായിട്ട് കൂട്ടുന്നത്. ഇത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി അത് തടയിടുവാനായി നമുക്ക് സ്വന്തമായിട്ട് എയർ ഫ്ലൈറ്റ് ആരംഭിക്കുകയോ അല്ലെങ്കിൽ അത്യാവശ്യം ഇതിൻ്റെ തുടക്കത്തിന് വേണ്ടി നമുക്കൊരു ചാർട്ടർ ഫ്ലൈറ്റ് ഇവർക്ക് വേണ്ടി ആരംഭിക്കുകയോ ചെയ്യാൻ കഴിയുമോ? ശരി, ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. സംസ്ഥാനത്ത് നിന്ന് വിജയിച്ചിരിക്കുന്ന MP-മാർ പാർലമെൻറ്റിലുമെല്ലാം നിരന്തരമായി ഉന്നയിക്കുന്ന വിഷയമാണ്. സീസണിൽ നമ്മുടെ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കുടുംബത്തോടു കൂടി നാട്ടിൽ വരാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. വലിയ ചാർജാണ് ഈ വിമാനക്കൂലിയായിട്ട് ഏർപ്പാടാക്കുന്നത്. മത്സരിക്കുകയാണ്, എല്ലാവരും കൂടി ചേർന്ന് മത്സരിക്കുകയാണ്. നമുക്ക് അതിനൊരു പകരം സംവിധാനം വേണം. അത് ഏത് വിധത്തിലാണെന്ന് ഗവൺമെൻറ് അത് ആലോചിച്ചിട്ടില്ല. സ്വന്തമായി എയർലൈൻ തുടങ്ങുന്നതിനെക്കുറിച്ച് ഈ സർക്കാർ ആലോചിച്ചിട്ടില്ല. വെറുതെ വേണമെങ്കിൽ പറയാം, പരിശോധിക്കണമെന്ന്. ആലോചിച്ചില്ല. മാത്രമല്ല, നമ്മൾ എയർലൈൻ ബിസിനസ് ശ്രദ്ധിക്കണം. ഇൻ്റർനാഷണൽ എയർലൈൻ ബിസിനസ് നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പോവാണ്. കാശില്ലാത്ത കാലത്ത് ഇനി അതുകൂടി തുടങ്ങി ഒരു അവതാളത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്കത്. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയം ഗൗരവമാണ്. നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ സീസണിൽ പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് വല്ലതും ആലോചിക്കാൻ പറ്റുമെന്നുള്ള സാധ്യതകൾ നമുക്കത് ഒരു പരിഹാരം ഉണ്ടാകണം. പാവപ്പെട്ട മനുഷ്യർ അവിടെ കൊടുന്ന് അധ്വാനിക്കുന്ന പൈസ മുഴുവൻ അതിൻ്റെ ഒരു 50% ഫ്ലൈറ്റ് ചാർജായിട്ട് കൊടുത്ത് തിരിച്ചു വരിക എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് ആലോചിക്കാം. ചോദ്യോത്തര സമയം അവസാനിച്ചു.